നമസ്കാരം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ പറയാൻ തോന്നുക. കാരണം എന്തൊക്കെയോ രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറയുന്നതെല്ലാം ആന മണ്ടത്തരമാവുകയും അതെല്ലാം രാഹുൽ ഗാന്ധിയെ തന്നെ തിരിഞ്ഞു കൊത്തുകയുമാണ് പതിവ്. ഇപ്പോഴിതാ വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ ലോക്സഭയിൽ പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് വമ്പൻ പണിയാണ് വരാൻ പോകുന്നത്. വീരമൃത്യു വരിച്ച അഗ്നിവീറുകളുടെ കുടുംബത്തിന് ധനസഹായം നൽകാറില്ലെന്ന ഒരു വാദം നമ്മുടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു. പിന്നാലെ രാഹുലിന്റെ വാദത്തെ തള്ളിക്കൊണ്ട് സൈന്യവും രംഗത്തെത്തി. ജമ്മു കാശ്മീരിൽ കുഴിബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് 93.39 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ ധനസഹായം നൽകിയതായി സൈന്യത്തിന്റെ അഡീഷണൽ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ അറിയിക്കുകയായിരുന്നു. ഇതോടെ രാഹുൽ ഗാന്ധി പറഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിവിലേജ് നടപടികൾ ആരംഭിക്കാൻ സർക്കാർ സ്പീക്കർ ഓം ബിർളയോട് അഭ്യർത്ഥിക്കുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ലോക്സഭയിലെ നടപടിക്രമങ്ങളെല്ലാം പെരുമാറ്റച്ചട്ടങ്ങളും അനുസരിച്ച് സഭയിൽ ഉന്നയിച്ച ക്ലെയിമുകളുടെ സാധുത നൽകാൻ സ്പീക്കർക്ക് ഒരു അംഗത്തോട് നിർദ്ദേശിക്കാനാകുമെന്നും ഇല്ലെങ്കിൽ വിഷയം പ്രത്യേക അവകാശ സമിതിയിലേക്ക് കൈമാറുമെന്നും കേന്ദ്രമന്ത്രി പറയുന്നു. അതേസമയം സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന 15 അംഗങ്ങൾക്കാണ് പ്രിവിലേജ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. സഭയുടെ പ്രത്യേക അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും പരിശോധിക്കലാണ് ഇവരുടെ ജോലി. പ്രത്യേക അവകാശ ലംഘനം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഓരോ കേസിന്റെയും വസ്തുതകളെ പരാമർശിച്ച് അത് നിർണയിക്കുകയും അതിന്റെ റിപ്പോർട്ടിൽ ഉചിതമായ ശുപാർശകൾ നൽകുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ധർമ്മം. വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തി രാഹുൽ ഗാന്ധി തുടർച്ചയായി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടിക്ക് ഭരണപക്ഷം കടക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതിനാൽ തന്നെ നോട്ടീസ് അല്ലെങ്കിൽ അപ്പീൽ നൽകിയിട്ടുള്ള ചട്ടമനുസരിച്ച് നടപടി തുടരാൻ സാധിക്കും. ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ അനുസരിച്ച് സ്പീക്കർക്ക് ഏതെങ്കിലും ഒരംഗം സഭയെ തെറ്റിദ്ധരിപ്പിച്ചത് എന്തുകൊണ്ടാണെന്നും ഏത് സാഹചര്യത്തിലാണെന്നും വിശദീകരിക്കുന്ന വിശദാംശങ്ങൾ നൽകാൻ അംഗത്തോട് നിർദ്ദേശിക്കാനും കഴിയും. അംഗം തന്റെ പ്രസ്താവനകളെ സാധൂകരിക്കുകയോ ക്ഷമാപണം നടത്തുകയോ അല്ലെങ്കിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുകയോ ചെയ്യേണ്ടതായി വന്നേക്കാമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. എന്തായാലും തുടർ നടപടിയുണ്ടായത് രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം തെറിക്കുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. എന്തായാലും എന്തൊക്കെ നടക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.